Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബെനിഫിറ്റ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. സോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫോമാറ്റ്സിലൂടെ നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ക്ലിയർ? സോ നമ്പർ 1, ഗ്ലോബൽ അക്സസിബിലിറ്റി. അല്ലേ, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ അക്സസിബിലിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റാണ് കമ്പനികളുടെ മുന്നിൽ അല്ലേ കിട്ടുന്നത്. എന്താ കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലുള്ള ആളുകളെയും നമുക്ക് കസ്റ്റമേഴ്സാക്കി മാറ്റാൻ പറ്റുന്നു. ക്ലിയർ? അപ്പോൾ ചെറിയ ജോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ നിന്നും ക്ലിയർ വൈഡൻഡ് ആയിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്, സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്ലോബൽ അക്സസിബിലിറ്റി ഇതിലൂടെ പറ്റുന്നു, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ പറ്റുന്നു. അപ്പോൾ ചെറിയൊരു ഗ്രാമത്തിലിരുന്നു കൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും റീച്ച് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ, അവിടെയുള്ള മാർക്കറ്റ് പൊട്ടൻഷ്യൽസിലേക്ക് ആക്സസ് ചെയ്യാൻ കമ്പനികൾക്കിത്, മാർക്കറ്റേഴ്സിന് സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് പറയാം. ക്ലിയർ? അതുപോലെ തന്നെ റിച്ച് കണ്ടന്റ് എന്തായിട്ട് വരുന്നു, റിച്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? സോ ട്രഡീഷണൽ മീഡിയ ഓഫ് അഡ്വർടൈസ്മെന്റ് സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, ബിൽബോർഡ് ആൻഡ് പ്രിന്റ് മെസ്സേജസ് ഓഫ് അഡ്വർടൈസിങ് ഈസ് കൺസ്ട്രെയിൻഡ്. അല്ലേ, അതിന് പലതരത്തിലുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതാണ് കൺസ്ട്രെയിൻസ്. ക്ലിയർ? പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടുകൂടി നമ്മൾ ഓൺലൈനായിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ സോ ദ അഡ്വർടൈസിങ് മെസ്സേജ് ഈസ് നോ ലോങ്ങർ എ കൺസ്ട്രെയിൻഡ് വൺ. എന്താ കാരണം അവിടെ നമുക്ക് എത്ര പിക്ചേഴ്സ് വേണമെങ്കിൽ കാണിക്കാം, ഇമേജസ് എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം, 2D ആയിട്ടോ 3D ആയിട്ടോ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ അനിമേറ്റ് ചെയ്യാൻ പറ്റും, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിക്കാൻ പറ്റും, വെർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ അതുപോലെ തന്നെ മൾട്ടിമീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അഡ്വർടൈസ്മെൻറ്റ് തീമും കണ്ടൻറ്റും കോപ്പിയൊക്കെ നമുക്ക് റിച്ച് ആക്കാൻ പറ്റുന്നു. സോ ഇൻ്റർനെറ്റ് അലൗസ് ദി കമ്മ്യൂണിക്കേറ്റിംഗ് ടു കസ്റ്റമേഴ്സ് substantially more content rich production. Clear? Product information. Clear? കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ ക്ലിയർ മൾട്ടിമീഡിയ രൂപത്തിൽ, ഓഡിയോ രൂപത്തിൽ, വീഡിയോ രൂപത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ AR അല്ലെങ്കിൽ VR അല്ലേ, വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി മോഡിലൊക്കെ പ്രസൻറ്റ് ചെയ്യാനതിലൂടെ പറ്റും. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, അഫോർഡബിലിറ്റി. അല്ലേ, ഓൺലൈൻ അഡ്വർടൈസിങ് എന്താണ്, ഒരു TV അഡ്വർടൈസ്മെൻറ്റിനെ പോലെ കോസ്റ്റ്ലി അല്ല. അല്ലേ, TV നമുക്കറിയാൻ പറ്റും, TV അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് സാധാരണ കമ്പനികൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി പോലും ക്ലിയർ കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. ക്ലിയർ? പക്ഷേ ഇവിടെയാണെങ്കിലോ നമുക്ക് വളരെ കൂടുതൽ കണ്ടന്റ് അല്ലേ, വളരെ കൂടുതൽ ആളുകളിലേക്ക് ക്ലിയർ കുറഞ്ഞ ചിലവിലാണ് എത്തിക്കാൻ പറ്റുന്നത്. ക്ലിയർ? സോ അഫോർഡബിലിറ്റി ഈസ് അനദർ advantage. So maintaining an internet access, clear, or creating and maintaining an internet ad is less costly than a traditional advertisement. Clear? കാരണം ഇൻ്റർനെറ്റിൻ്റെ ചാർജ് മാത്രമേ വരുന്നുള്ളൂ, ഡാറ്റ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ഫേമുകൾക്കും ഇത് അഫോർഡബിളാണ്. അല്ലേ, സ്പീഡ്. അല്ലേ, സ്പീഡും ഉണ്ട്. എന്താ സ്പീഡിൻ്റെ പ്രത്യേകത? സോ ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് മെത്തേഡ് ഈസ് ഫാസ്റ്റർ ദാൻ എനി അതർ ട്രഡീഷണൽ മീഡിയ. അല്ലേ, ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് പ്രിൻ്റോ മാഗസിനോ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ഇതിനൊക്കെ വെച്ച് ഫാസ്റ്റായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേഷനും അപ്ഡേഷനും മെസ്സേജും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ കൊടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അത്തരത്തിലൊരു സ്പീഡി ഡെലിവറി ഓഫ് കണ്ടൻറ്റ് ഏതിൽ പറ്റും, ഇൻ്റർനെറ്റിൽ പറ്റും. ക്ലിയർ? ടെലിവിഷൻ ആണെങ്കിൽ നിശ്ചിത സമയം വരുമ്പോഴേ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, ഒരു ടൈം സ്ലോട്ട് കൊടുത്തുന്ന ആ സമയത്തെ പറ്റും. ഇൻ്റർനെറ്റ് അങ്ങനെയാണോ? അല്ല, ഏത് സമയത്തും ക്ലിയർ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ആ രീതിയിലേക്ക് ഇത് വരും. ക്ലിയർ? സോ സ്പീഡ് ഉണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വളരെ എളുപ്പത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ക്വിക്ക് അപ്ഡേറ്റിംഗ്. ക്ലിയർ? അപ്ഡേറ്റിംഗ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓൺലൈൻ അപ്ഡേഷൻ ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി ക്വിക്ക്ലി ആൻഡ് ഈസിലി ക്ലിയർ ചേഞ്ച്ഡ് ആൻഡ് affected. Then it provides brand relevant information. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള, ബ്രാൻഡിനെ സംബന്ധിച്ച് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ നമുക്ക് കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ബട്ട് ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദി ട്രഡീഷണൽ ആഡ് ഡ്യൂ ടു എ സ്പേസ് ലിമിറ്റേഷൻ. അല്ലേ,
ഇപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു പ്രിൻ്റ് മീഡിയ, ഒരു ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക അല്ലേ. നിശ്ചിത കോളം, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തിനും അനുസരിച്ച് പൈസ കൂടും. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഫർമേഷൻ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുക. ക്ലിയർ. അതുപോലെ തന്നെ ടി വി അഡ്വർടൈസ്മെൻറ്റും ക്ലിയർ. സ്പേസും അല്ലെങ്കിൽ ലെങ്ത്തും കൂടുന്തോറും എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്ങോ അതായത് ഓൺലൈൻ അഡ്വർടൈസിങ്ങോ ഇതെല്ലാം വ്യത്യാസമായി കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് തന്നെ വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും. ക്ലിയർ. നമ്മുടെ ഇൻഫർമേഷൻ പ്രൊവൈഡ്. അപ്പോൾ ഈ രീതിയിൽ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ബ്ലോഗുകളായിട്ടോ വെബ്സൈറ്റുകളായിട്ടോ ആഡായിട്ടോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് തന്നെ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പരസ്യം കൊടുക്കാം, കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഇറ്റ് പ്രൊവൈഡ്സ് brand relevant information, all brand relevant information. Clear. So it is possible to give much information, relevant information. Clear. ഈസി കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ നമുക്ക് എളുപ്പമാകുന്നു. ക്ലിയർ. ഇവിടെ ടി വി അഡ്വർടൈസ്മെൻറ്റ്സോ റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സോ പ്രിൻ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്രമാത്രം അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിപ്പെട്ടു എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് സർവേ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അത് തന്നെ ചിലപ്പോൾ ജെന്യുവൻ ആവണമെന്നില്ല. അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല അല്ലേ. നമ്മൾ ഓരോ യൂസറും കാണുന്നതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതിന് നമ്മൾ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയാം. ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിയർ. ഈ ക്ലിക്ക് ത്രൂ റേറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ആൾക്കാർ വ്യൂ ചെയ്തു, എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് വ്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എത്ര പേര് ആക്ഷനിലേക്ക് വന്നിട്ടുണ്ട്, കൺവേർഷനിലേക്ക് വന്നിട്ടുണ്ട്, പർച്ചേസ് ഡിസിഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഈസിലി കളക്ട് ഡാറ്റ. അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ. അവർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് അവരുടെ ചിലപ്പോൾ ചില ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ അല്ലേ, ഏത് ഡിവൈസ് എന്നാണ് ചെയ്തത്, ഏത് നമ്പർ എന്നാണ് ചെയ്തത്, ഏത് മെയിൽ ഐ ഡി എന്നാണ് ചെയ്തത്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ദ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ. ഫ്ലെക്സിബിലിറ്റിയുടെ അല്ലേ ഒരു അഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിനുണ്ട്. കാരണം എന്താ, ഇത് നെറ്റിലുള്ള ഒരു വെബ് വേൾഡാണ്, ഒരു വെർച്വൽ വേൾഡാണ്. ക്ലിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീഡം ആർക്കുണ്ടാവുന്നു, ക്രിയേറ്റർക്ക് ഉണ്ടാവുന്നു. ക്ലിയർ. അപ്പോൾ നമ്മുടെ കണ്ടൻറ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം. ക്ലിയർ. എത്ര സമയം അത് നമുക്ക് കീപ്പ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ലെങ്ത് എന്തായിരിക്കണം, ബ്രെഡ്ത്ത് എന്തായിരിക്കണം, അതിൻ്റെ തീം എന്തായിരിക്കണം, കണ്ടൻറ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം വിത്തൗട്ട് എനി ടെക്നിക്കൽ റെസ്ട്രിക്ഷൻ. കാരണം മറ്റൊരാളല്ല അത് പബ്ലിഷ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, നമുക്ക് എളുപ്പത്തിൽ മാറ്റാനും ഒക്കെ പറ്റും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇറ്റ് ഓഫേഴ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷനൊക്കെ നമുക്ക് തന്നെ അല്ലേ ഫ്ലെക്സിബിളാണ്. ഏത് രീതിയിൽ നമ്മൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. മറ്റുള്ള റേഡിയോ ടി വിയെ പോലെ അല്ലെങ്കിൽ പ്രിൻറ്റിനെ പോലുള്ള ലിമിറ്റേഷൻ, റിജിഡിറ്റി ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ. So for instance, decision regarding whether the information should be technically advanced or simple അല്ലേ, അത് വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ആയിട്ടോ കൊടുക്കണോ, സിമ്പിൾ ലാംഗ്വേജിൽ കൊടുക്കണോ, വെദർ ഇൻഫർമേഷൻ ഷുഡ് ബി ടെക്സ്ച്വൽ ആയിട്ട് കൊടുക്കണോ, ഗ്രാഫിക്കലായിട്ട് കൊടുക്കണോ, വീഡിയോ ആയിട്ട് കൊടുക്കണോ, ഓഡിറ്ററി ആയിട്ട് കൊടുക്കണോ, ഇതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്. ക്ലിയർ. ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ബെറ്റർ കസ്റ്റമർ റിലേഷൻ അല്ലെ, കസ്റ്റമർ റിലേഷൻ അല്ലെങ്കിൽ CRM ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് നമുക്ക് സഹായിക്കും, ഇത്തരത്തിലുള്ള ഓൺലൈൻ അഡ്വർടൈസിങ് സഹായിക്കും. സോ ബിസൈഡ്സ് കൺസ്യൂമേഴ്സ് customizing the advertisement to their own needs, the internet's interactive capabilities can also be enhanced കസ്റ്റമർ കമ്പനി റിലേഷൻഷിപ്പ് അല്ലെ. ഒരു കസ്റ്റമറിന് ബ്രാൻഡിനോടുള്ള അല്ലെങ്കിൽ കമ്പനിയോടുള്ള ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാനും അതുവഴി പ്രോഡക്റ്റ് അല്ലേ നിരന്തരമായിട്ട് റെഗുലറായിട്ട് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ബെറ്റർ കസ്റ്റമർ റിലേഷൻ, കമ്പനി ടു കസ്റ്റമർ റിലേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ടു കമ്പനി റിലേഷൻസ് ഓൺലൈനിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഫെസിലിറ്റേറ്റ്സ് പർച്ചേസ് ഡിസിഷൻ. ക്ലിയർ. വളരെ പെട്ടെന്ന് തന്നെ കൺവേർഷനിലേക്ക് വരുന്നു. ക്ലിയർ. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എത്തുകയാണ്. മാത്രമല്ല മറ്റുള്ള ട്രഡീഷണൽ മീഡിയയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ അല്ലെ നിശ്ചയ ശതമാനം ആളുകളെങ്കിലും എന്ത് ചെയ്യും, അത് കാണുകയും ക്ലിക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസിഷനിലേക്ക് വരികയും കൺവേർഷൻ ആവുകയും ചെയ്യും. ക്ലിയർ. കൺവേർഷൻ ഹിയർ മീൻസ് പർച്ചേസ് ഡിസിഷൻ. അപ്പോൾ ആ രീതിയിൽ ഡിസിഷൻ അല്ലെങ്കിൽ സെയിൽസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്സ്. ക്ലിയർ. പക്ഷേങ്കിലും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിന് ചില വീക്ക്നെസ് ഉണ്ട്. സോ വാട്ട് ആർ ദ വീക്ക്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്? സോ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രഡീഷണൽ അഡ്വർടൈസിങ്. ഓൺലൈൻ അഡ്വർടൈസിങ് ഒരിക്കലും എന്തല്ല,
വളരെയധികം ബെനിഫിഷ്യൽ ആണെങ്കിൽ പോലും ഇറ്റ് കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ട്രഡീഷണൽ അഡ്വർടൈസിങ്. ക്ലിയർ? ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ശരിക്കും ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ക്ലിയർ? അതിന് പിന്നെ എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? കോംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു കോംപ്ലിമെൻ്ററി എഫേർട്ടാണ്. ക്ലിയർ? ഫെസിലിറ്റേഷണൽ എഫേർട്ടാണ് അവിടെ വരുന്നത്. അല്ലേ? ഏതുപോലെ നമ്മളിപ്പോൾ കോവിഡൊക്കെയാണ് അല്ലേ, നമുക്ക് ഓൺലൈനിൽ ക്ലാസ്സുകളൊക്കെ നടത്തുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നു, നിങ്ങൾ നാളെ ഇത് കേൾക്കുന്നുണ്ടാവും അല്ലേ, അതല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതെന്തിനാ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, നമ്മുടെ റെഗുലർ ക്ലാസ് നോർമലി ഫിസിക്കലി നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന തരത്തിലുള്ള അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല അല്ലേ. പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് ആളുകൾ. പക്ഷേ എങ്കിലും അതല്ല, ഒരിക്കലും അല്ല. ക്ലിയർ? അപ്പോൾ നോർമൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലാസ് തന്നെയാണ്. ക്ലിയർ? നമ്മൾ കോളേജിൽ വരുന്നു, ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ഇൻ്ററാക്ട് ചെയ്യുന്നു, ക്ലിയർ? ഡിസ്കസ് ചെയ്യുന്നു. ആ രീതിയിൽ വരുന്ന ഒരു ഇൻ്ററാക്ഷൻ ഒരു പക്ഷേ എവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺലൈനുള്ള ഒരു ക്ലാസ്സുകൾ നമുക്ക് പറ്റില്ല, അതിന് ലിമിറ്റേഷൻ. അതുപോലെ ഇവിടെയും പറയാണ്, എന്ത് പറയുന്നു? ഇറ്റ് ക്യാൻ നോട്ട് ബി എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രഡീഷണൽ അഡ്വർടൈസിങ്. ക്ലിയർ? ട്രഡീഷണൽ അഡ്വർടൈസിംഗ്, ടി വി അഡ്വർടൈസിങ് അല്ലെങ്കിൽ മറ്റുള്ള ഫോം ഓഫ് അഡ്വർടൈസിംഗിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ഇത്. പിന്നെന്താണത്? ഒരു അഡീഷണൽ മെഷർ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ പ്രൊമോഷണൽ മെഷർ, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷണൽ മെഷർ, അല്ലെങ്കിൽ ഒരു അല്ലേ ബൂസ്റ്റിംഗ് മെഷറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ചില മെസ്സേജ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് മേക്ക് അല്ലേ ഫുൾ മെസ്സേജസ്. ദാറ്റ് ഈസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹിന്ദു പേപ്പറിലൊക്കെ വരുന്ന ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാകും ചിലപ്പോൾ. അത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ടി വിയിലോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ തന്നെയോ ഒക്കെ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഇറ്റ് കനോട്ട് ബി എ സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ നെക്സ്റ്റ് വൺ, അൺസോളിസിറ്റഡ് ഇൻ നേച്ചർ അല്ലേ. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും എന്താ, ഇറ്റ് ഈസ് അൺസോളിസിറ്റഡ്. ക്ലിയർ? ഇതിനാണ് നമ്മൾ സ്പാം എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യുന്നു, അൺവാണ്ടഡ് ആയിട്ട് മെസ്സേജുകൾ വരുന്നു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരുന്ന അൺസോളിസിറ്റഡ് മെസ്സേജ് ആയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പോപ്പപ്പ് ചെയ്ത് വരികയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുകയോ ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ? ഇത്തരത്തിലുള്ള അൺസോളിസിറ്റഡ് നേച്ചർ ഓഫ് ദി ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്, ക്ലിയർ, ഈസ് അനദർ വീക്ക്നെസ്. ഓക്കെ. മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും, അൺസോളിസിറ്റഡ് ആയതുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ടത് വരുന്നല്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഒക്കെയാണ് കൂടുതൽ സാധ്യത. ക്ലിയർ? സോ പുഷിങ് എ മെസ്സേജ് ടു ദി പൊട്ടൻഷ്യൽ customer when it has not been requested by him, and when the customer is in the midst of some other work on net, will fall as a major, clear, റവന്യൂ സോഴ്സ് ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ഇൻ്റർനെറ്റ് സൈറ്റ്സ്. ഇത് സാധാരണ ഇൻ്റർനെറ്റ് സൈറ്റുകൾക്കൊക്കെ ഇങ്ങനെയുള്ള രീതിയിലാണ് അവർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് എന്തായിട്ട് ഇറ്റ് ബിക്കം എ വീക്ക്നെസ്. ക്ലിയർ? സോ ദിസ് ഈസ് പർട്ടിക്കുലർലി ട്രൂ വെൻ ദ കസ്റ്റമേഴ്സ് knows that the sponsor of the advertisement has paid to this information which was not verified by everyone. Clear? അപ്പോൾ ആ രീതിയിൽ ഇതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, മിസ്ഡയറക്ഷൻ. പലപ്പോഴും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് എന്തിലേക്ക് വരുന്നു, മിസ്ഡയറക്റ്റഡ് ആയിട്ട് മാറുന്നു. ക്ലിയർ? സോ മിസ്ഡയറക്ഷൻ മീൻ സെൻഡിങ് കസ്റ്റമേഴ്സ് ടു ദി വെബ് ലൊക്കേഷൻസ് അതർ ദാൻ ദി വൺസ് ഫോർ വിച്ച് ദേ ആർ സെർച്ചിങ്. അല്ലേ, നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിനൊക്കെ ഫലമായിട്ട് കുറേയധികം സൈറ്റുകൾ നമുക്ക് കിട്ടും. ക്ലിയർ? അതിൽ ചിലപ്പോൾ ഈ പെയ്ഡ് ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്ന രീതിയിൽ അവർക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സെർച്ച് എൻജിൻസോ ഗൂഗിളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലേ പ്ലാറ്റ്ഫോംസൊക്കെ എന്ത് ചെയ്യും, അതിനെ ആദ്യം പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പം മിസ് ഡയറക്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? നമ്മൾ കുറേ വെബ് പേജ് ക്ലിക്ക് ചെയ്യും, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡോ അല്ലെങ്കിൽ മീനിങ്ങോ അല്ലെങ്കിൽ കണ്ടൻറ്റോ അതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് പലപ്പോഴും യൂസേഴ്സിന്, ഇൻ്റർനെറ്റ് യൂസേഴ്സിന്, വെബ് യൂസേഴ്സിന് ഒരു മിസ്ഡയറക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? സോ ദിസ് ഈസ് എ ഗൂഗിൾസ് ബിസിനസ് മോഡൽ. ക്ലിയർ? ഇത്തരത്തിൽ ഒരു നമ്മൾ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് അല്ലെങ്കിൽ പെയ്ഡ് ഫോം ഓഫ്, ക്ലിയർ, ഓൺലൈൻ ആഡൊക്കെ കൊടുത്തിരിക്കുന്ന ഫേമുകളുടെ കാര്യങ്ങൾ, കീവേഡ്സ് ഒക്കെ ആദ്യം ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഗൂഗിളിൻ്റെ ഒരു ഫിനോമിനയാണ്. ക്ലിയർ? അവരുടെ ബിസിനസ് മോഡലിൻ്റെ ഭാഗമാണ്, അവരുടെ റവന്യൂ ജനറേഷൻ്റെ ഭാഗമാണ്. പക്ഷേ അത് പലപ്പോഴും യൂസേഴ്സിന് എന്തായിട്ട് മാറുന്നു, മിസ്ഡയറക്ഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, എമർജൻസ് ഓഫ് കോണ്ടെക്സ്ച്വൽ മൊബൈൽ അഡ്വർടൈസ്മെൻറ്റ്. അത് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ നെഗറ്റീവ് ആണ് അല്ലേ. ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന
കീവേഡ്സിനനുസരിച്ച് അതിൻ്റെ കോണ്ടക്സ്റ്റിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ? ആ രീതിയിൽ പ്രോഡക്റ്റോ സർവീസോ പേജുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ? പലപ്പോഴും നമുക്കിത് എന്തായിട്ട് മാറും, ചില ആളുകൾക്ക് എങ്കിലും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാം. ക്ലിയർ? എങ്ങനെയാണത് വരുന്നത്? So at present, contextual advertisements delivered to mobile phones through SMS. Okay, SMS ആയിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. Then, if the person communicates with the friends or relatives through the mobile phone, and then advertisement captures all knowing information relating to his taste, requirement, accordingly, the instant advertisements are believed in their mobile phone. Clear? ഈ രീതിയിൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് എന്തിന് കാരണമായിട്ട് മാറുന്നു? അതൊരു കോണ്ടെക്സ്ച്വൽ മൊബൈൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ സാധ്യമാക്കണമെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് ചാറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലേ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് സജഷനൊക്കെ കൊടുക്കാനുള്ളൂ. ക്ലിയർ? അത് പലപ്പോഴും എന്തിന് കാരണമായിട്ട് മാറും? പ്രൈവസി വയലേഷന് കാരണമായിട്ട് മാറാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാൻ കാരണമായിട്ട് മാറാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബാഡ് ഒപ്പീനിയൻ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. അല്ലേ? ക്ലറ്റേർഡ് അപ്പിയറൻസ്. അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയതാണ്. ക്ലിയർ? എല്ലാം കൂടെ മെസ്സപ്പായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട്. അല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും ഒരു മെസ്സപ്പ് പോലെ നമുക്ക് തോന്നും. ക്ലിയർ? അതിൽ നിന്നും റിലവൻ്റ് ആയിട്ടുള്ളതും ഇറലവൻറ്റും വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വരാവുന്ന, ക്ലിയർ, ഒരു കോലാഹലം പോലെ, അല്ലേ, അത്തരത്തിൽ വരാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. So the greatest weakness of online advertising is it is often cluttered appearance. Clear? Then advertising that is disorganized and difficult to read, as well as presenting too much of information at the one time, often turns viewers off. അല്ലേ? പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലേ? ഒരു ക്ലട്ടറിങ് വരുന്ന സമയത്ത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്ന പോലെ നമ്മൾ വരുന്ന സമയത്ത്, അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വിസിബിളായിട്ട് ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ക്ലിയർ? ഈ രീതിയിൽ ക്ലട്ടറിങ് അപ്പിയറൻസ് എന്തിന് കാരണമായിട്ട് മാറുന്നു? അതൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ലിമിറ്റേഷന് കാരണമായിട്ട് മാറും. ദെൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഒരിക്കലും എന്തിനും സ്യൂട്ടബിൾ അല്ല, എല്ലാ പ്രോഡക്റ്റുകൾക്കും സ്യൂട്ടബിൾ അല്ല. ചില പ്രോഡക്റ്റിന് പ്രിൻ്റ് മീഡിയയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ട്രഡീഷണൽ മീഡിയയെ പറ്റുള്ളൂ. ക്ലിയർ? ചിലതിന് ഓൺലൈൻ മീഡിയ പറ്റും. അതൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ്, ക്ലിയർ, അതിന് എല്ലാ പ്രോഡക്റ്റും സർവീസുകളും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലേ, പ്രോഡക്റ്റുകളോ സർവീസ് മാത്രമേ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഓക്കെ, സോ ദ ഇൻ്റർനെറ്റ് ഈസ് ഹൗവർ ഈസ് എ ഗ്രേറ്റ് ടാർഗറ്റിംഗ് നീഷ് ഓഡിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ക്ലിയർ? വളരെയധികം ആളുകളുണ്ട്, അല്ലേ, കമ്മ്യൂണിറ്റീസ് ആയിട്ടും ഗ്രൂപ്പുകളായിട്ടും അല്ലെങ്കിൽ സർക്കിളായിട്ടും ഫ്രണ്ട് സർക്കിളായിട്ടും സോഷ്യൽ മീഡിയ കോൺടാക്റ്റ് അതൊക്കെ നമുക്കിതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും സെയിൽസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് മ്യൂസിക് ആൻഡ് റൈറ്റ് റവന്യൂ ക്യാൻ ബി വെരി സക്സസ്ഫുൾ അഡ്വർടൈസ്ഡ് ത്രൂ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ എക്സെട്ര. ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. പക്ഷേ ബാക്കിയുള്ള ചില കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ, ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റില്ല. ലെസ് ഡിപ്പെൻഡബിൾ. സോഷ്യൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും എന്തായിരിക്കില്ല, വിശ്വാസയോഗ്യമായിരിക്കില്ല, ലെസ് ഡിപ്പെൻഡബിൾ ആണ്. ക്ലിയർ? സോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് that it is because of the large number of spam and unsolicited email and that are sent out. Clear? So visitors can have difficulty to distinguish between genuine and, clear, അതുപോലെ തന്നെ false advertisement. അപ്പോൾ ഇതൊരു എന്തിന് കാരണമായിട്ട് മാറും, അതിൻ്റെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിപ്പെൻഡൻസി കുറയുന്നതായിട്ടാണ് ആളുകൾ സാധാരണ ഫീൽ ചെയ്യുക. ദെൻ ആഡ് ഓൺ ട്രഡീഷണൽ ലൈൻസ്. അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെ വരുന്നു? Clear? That is, the internet has the potential to experiment new and innovative advertisement strategy, but most of the advertisers are not exploring the opportunity, but advertising is moving the online environment. Clear? But advertisers are simply displaying traditional advertisement. സാധാരണഗതിയിൽ ഇവിടെ ഇപ്പോൾ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ, വളരെയധികം പോസിബിലിറ്റീസ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ എന്താ കാണിക്കുക, ഒരു ഇമേജ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഓഡിയോ കാണിക്കും, അല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഉള്ളത്. ക്ലിയർ? സോ
advertisements on traditional lines. Clear? Still it is undertaken on a traditional lines by some of the company or most of the companies. Clear? So that is why it become a limitation. Next one, blocking of ad. People have to have now learned to block an ad. അല്ലെ, നമുക്ക് കുറേ മെസ്സേജ് വരികയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഫോണിൽ തന്നെ ചിലപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഡു നോട്ട് ഡിസ്റ്റർബ്, DND എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? ഡു നോട്ട് ഡിസ്റ്റർബ്. ക്ലിയർ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മെസ്സേജുകൾ വരുന്ന സമയത്ത്, കൊമേഴ്ഷ്യൽ മെസ്സേജുകൾ വരുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൽ വരികയാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതിനെ ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമയത്ത് ആളുകൾ മിക്കവാറും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിനെ പേടിച്ചുകൊണ്ട് ബ്ലോക്കിംഗ് ചെയ്യാറുണ്ട്. ആഡ്, കൊമേഴ്ഷ്യൽസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ അത് പിന്നീട് അവർക്ക് പോവില്ല, ഇത്തരത്തിലുള്ള മെസ്സേജ് പോവില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ട് പറയാം. ദെൻ മിസ്ട്രസ്റ്റ് ഉണ്ടാവുന്നു അല്ലേ, ആളുകൾക്കിടയിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാവാം. സോ വിത്ത് സോ മെനി സ്കാംസ് ആൻഡ് മിസ് ഇൻഫർമേഷൻ ഓഫ് on the internet, companies and people increasingly mistrust the internet content. അല്ലേ, ഇൻ്റർനെറ്റിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ചിലപ്പോൾ ഒഫീഷ്യൽ സൈറ്റുകൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ വിശ്വസിക്കുന്നല്ലാതെ അല്ലേ, പൊതുവെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൂടെയൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ശരിയായിരിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്താ കാരണം? അതിനോട് ട്രസ്റ്റ് ആളുകൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ഇൻ്റർനെറ്റിൻ്റെ സ്വഭാവം തന്നെയാണ് അല്ലേ, അതിൽ പല ആളുകൾക്കും ആർക്ക് വേണമെങ്കിൽ ഏത് ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. ദെൻ ഡിസേബിളിംഗ് ഫീച്ചേഴ്സ്. ക്ലിയർ? അതുപോലെ തന്നെ സോ ഡ്യൂ ടു സെക്യൂരിറ്റി വീക്ക്നെസ്സസ് ഓഫ് ദി ഇൻ്റർനെറ്റ് സോഫ്റ്റ്വെയർ, പർട്ടിക്കുലർലി മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, many visitors are disabling scripting, add-ons and other features of companies rely on the advertising. ക്ലിയർ? ഓൺലൈൻ അഡ്വർടൈസിങ്. അപ്പോൾ അഡ്വർടൈസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? മാക്രോ എനാബിൾ ചെയ്യുക അല്ലെ, ചില പ്രോഡക്റ്റൊക്കെ ചില ഫംഗ്ഷനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബ്രൗസർ ലെവലിൽ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജ് ലെവലിൽ എനേബിൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ എനേബിൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഡിസേബിൾ സ്ക്രിപ്റ്റിംഗ്. ക്ലിയർ? സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് തടഞ്ഞിട്ടുള്ള ഡിസേബിൾ ചെയ്ത് വയ്ക്കുക സെറ്റിങ്സിൽ പോയിട്ട്. അതുപോലെ തന്നെ ആഡ് ഓൺസ് ഒക്കെ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക, ഓഫ് ചെയ്ത് വയ്ക്കുക. ക്ലിയർ? ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. Okay, so next one is measuring the effectiveness of online advertising. Online advertising ന്റെ എഫക്റ്റീവ്നെസ് എന്താണ് അല്ലേ, നമുക്ക് എങ്ങനെയാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ ഡിറ്റർമിൻ ദി എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ്. Clear? How we can make the effectiveness of online advertising. Clear? How we can predict or how we can assess. Okay, അപ്പോൾ നമ്മൾ എന്ത് പറയാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എഫക്റ്റീവ്നെസ് എന്ന് അങ്ങനെ പറയാം. ക്ലിയർ? നമ്പർ 1, ഒന്നാമത്തെ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് നല്ലതാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ആദ്യം എന്താ, ഇൻക്രീസ്ഡ് ട്രാഫിക് ഉണ്ടോ നോക്കുക അല്ലേ. ട്രാഫിക് ഇൻക്രീസ്ഡ് ആണോ, ഇംപ്രൂവ്ഡ് ആണോ. സോ വെബ്സൈറ്റ് ട്രാഫിക് ഈസ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹു വിസിറ്റ്സ് എ വെബ്സൈറ്റ്. ക്ലിയർ? എത്ര ഒരു സമയത്തിനുള്ളിൽ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നു. ക്ലിയർ? ട്രാഫിക്ക് കൂടുന്തോറും അതിൻ്റെ അർത്ഥം എന്താ, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് നല്ലതാണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഫലമായി വെബ്സൈറ്റിലേക്കോ നമ്മുടെ ബ്ലോഗിലേക്കോ അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ കണ്ടൻറ്റിലേക്കോ പേജിലേക്കോ അല്ലെങ്കിൽ വെബ് റിസോഴ്സസിലേക്ക് ഇൻക്രീസ്ഡ് ട്രാഫിക്കും വേണം അല്ലേ. കൂടുതൽ ആൾക്കാർ അത് അന്വേഷിക്കുന്നു, കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നു, കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ? അതാണ് ഒരു യാഡ് സ്റ്റിക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഇത് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ, കൺവേർഷൻ അല്ലേ, ഇൻക്രീസ്ഡ് കൺവേർഷൻ. എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഉദ്ദേശം എന്താണ്, സെയിൽസിലേക്ക് മാറ്റുക അല്ലേ, റവന്യൂ ആക്കി മാറ്റുക, കസ്റ്റമേഴ്സ് അല്ലാത്ത ആൾക്കാരെ കസ്റ്റമറാക്കി മാറ്റുക. ക്ലിയർ? അല്ലെങ്കിൽ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ നീഡ്സും വാണ്ട്സ് ഒക്കെ നോക്കിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺവേർഷൻസ് അല്ലേ. ഇപ്പോൾ കൺവേർഷൻസ് ആക്കിയെടുക്കണേ എന്ത് ചെയ്യണം, പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകളെ നമ്മളെ പ്രോഡക്റ്റിലേക്ക് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവരണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ക്രൈറ്റീരിയയാണ്, ഒരു ഫാക്ടറാണ് എന്ത്, കൺവേർഷൻ. ക്ലിയർ? ഒരു പർട്ടിക്കുലർ ഡേയിൽ എത്ര കൺവേർഷൻ അല്ലേ, എത്ര ക്ലിക്കുകൾ ആൾക്കാർ ചെയ്തു, അതിൽ എത്ര കൺവേർട്ടഡായി. ക്ലിയർ? സോ ഹൗ മച്ച് is the clear people, how much people has viewed or watched the advertisement. Like നമ്മൾ ഇംപ്രഷൻസ് എന്ന് പറയും. ക്ലിയർ? സോ ഹൗ മെനി ഇംപ്രഷൻസ് ആർ ദെയർ. ഓക്കെ, അതിൽ എത്ര ക്ലിക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ? ഹൗ മെനി പീപ്പിൾ ഹാസ് ആക്ച്വലി ക്ലിക്ക്ഡ് ഓൺ ദി അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഓർഡർ ടു ബി ദ മോർ. ക്ലിയർ? അതിൽ തന്നെ
അതിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര പേര് അതിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ അതിൻ്റെ കൺവേർഷൻസിൻ്റെ റേറ്റും നമ്പറും ഡാറ്റയൊക്കെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് എടുക്കാൻ പറ്റും, ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിനെ ഒരു യാർഡ് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ഒരു ക്രൈറ്റീരിയ, ഒരു ഫാക്ടറായിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? സോ ദാറ്റ് ഈസ് കൺവേർഷൻ. എൻഗേജ്മെൻറ്റ് അല്ലേ വേറൊരു കാര്യമാണ്. എന്താ എൻഗേജ്മെൻറ്റ്? നമുക്കറിയാം ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത് അല്ലേ. കാരണം മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഹൗ മെനി പീപ്പിൾ ഹാസ് ആക്ച്വലി വാച്ച്ഡ് ഇറ്റ്. ക്ലിയർ? കാരണം നമ്മൾ കൊടുക്കുന്ന വെബ് പേജിലാണ്, ഏത് പേജിലാണോ വരുന്നത് ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വാച്ച് ചെയ്തു, ഇംപ്രഷൻസ് വന്നു. ക്ലിയർ? സോ നമ്പർ ഓഫ് പേഴ്സൺസ് വിസിറ്റഡ്, നമ്പർ ഓഫ് ഇംപ്രഷൻ നമുക്ക് അസർട്ടൈൻ ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് മൗസ് ക്ലിക്ക്, എത്ര പേര് മൗസ് ക്ലിക്ക് ചെയ്തു, എത്ര പേര് അത് ക്ലിക്ക് ടു ഓപ്പൺ കൊടുത്തു, എത്ര പേര് അവിടെ ഇമെയിലോ ഫോൺ നമ്പറോ ഷെയർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി കോൾ സെൻറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, കമ്പനി ടു കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് കഴിയും അല്ലേ. അപ്പം നമ്പർ ഓഫ് എൻഗേജ്മെൻറ്റ്. ക്ലിയർ? വെറുതെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്തു, അതിനെ ഉപരിയായിട്ട് എന്ത് ചെയ്യുക, എത്ര പേര് ക്ലിക്ക് ചെയ്തു, അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, കൺവേർഷൻ റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലിയർ? അല്ലെങ്കിൽ ക്ലിക്സ് എത്രയുണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലിയർ? ഇതൊക്കെ നമുക്ക് എൻഗേജ്മെൻറ്റ്സിനൊരു ഫാക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്ലിയർ ഇത് എഫക്റ്റീവ്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിനൊരു ഫാക്ടറായിട്ട് പറയാം. റീച്ച്. എന്താ റീച്ച് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് അല്ലേ, എത്ര ആളുകളിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചില ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 10 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഇത്ര ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു. ക്ലിയർ? അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇതിനാണ് നമ്മൾ റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക. എന്താ റീച്ച്? കൂടുതൽ ആളുകളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ മെസ്സേജ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ തീം മെസ്സേജ് എത്തിക്കുക. ക്ലിയർ? അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ. ക്ലിയർ? സോ വിത്തിൻ 1 ഡേ അല്ലേ എത്ര ആൾക്കാർ വ്യൂ ചെയ്തു, അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, വിത്തിൻ 1 മന്ത് എത്ര ആൾക്കാരായി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദീസ് ആർ സം ഓഫ് ദി factors that can be considered for effectiveness of the online advertisement. Clear? ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലേ, എഫക്റ്റീവ് ആണോ എഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ.